പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായി ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിനും അതിനുവേണ്ടി ദീർഘദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെ സംഘടിപ്പിച്ചതിനും ചിന്ത പബ്ലിഷേഴ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അറിവ് എന്ന് പറയുന്നത് കേവലമായ അറിവല്ല, അതൊരു ലോകക്രമമാണ് എന്ന അടിസ്ഥാന ധാരണയിൽ നിന്നുകൊണ്ടാണ് അറിവ് സമൂഹം എന്നുള്ള ഒരു പരികൽപ്പന ഈ ഫെസ്റ്റിവലിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യമായി മാറുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറിവ് എന്ന് പറയുന്നതിനെ കേവലമായ ഒരു ജ്ഞാന രൂപം എന്ന് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനുപരിയായി അതിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പ്രതിഭാസങ്ങളെ അടുത്തറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. ആ രാഷ്ട്രീയ ദൗത്യത്തിന് നമ്മളെ സജ്ജരാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇത്തരം സമ്മേളനങ്ങൾ, ഇത്തരം സെമിനാറുകൾ നിർവഹിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ വളരെ ഉപരിപ്ലവമായി നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളെ നാം മനസ്സിലാക്കുകയും ആ ഉപരിപ്ലവമായ ഗ്രാഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് പ്രത്യയശാസ്ത്രപരമായ നിർവചനങ്ങളെ, അവയുടെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കാതെ സ്വാംശീകരിക്കുകയും ചെയ്യാനിടയുണ്ട് എന്നതുകൊണ്ടാണ് സൂക്ഷ്മമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയുള്ള അന്വേഷണങ്ങൾ ഈ മേഖലയിൽ ആവശ്യമായി വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വവും ഡാറ്റ കൊളോണിയലിസവും എനിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന രണ്ട് പരികൽപ്പനകളല്ല. പ്രത്യേകിച്ച് ഒരു മാർക്സിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന പരികൽപ്പനയും ഡാറ്റ കൊളോണിയലിസം എന്ന പരികൽപ്പനയും സമീക്ഷാരഹിതമായി, വിമർശനരഹിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് പരികൽപ്പനകളല്ല. കാരണം ഒരു മാർക്സിസ്റ്റ് സമീപനത്തിൽ നിന്നുകൊണ്ട് ഈ പരികൽപ്പനകളെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ അവയുടെ പരിമിതികൾ ബോധ്യപ്പെടും. എന്നാൽ മറ്റൊരർത്ഥത്തിൽ ആ പരിമിതികൾക്കപ്പുറത്ത് നമ്മൾ ഈ ടാൻജൻസ് എന്ന് സാധാരണ പറയാറില്ലേ, നമ്മൾ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില അത്താണികൾ എന്ന രീതിയിൽ ഈ പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് പറയുന്ന പരികൽപ്പനയും ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുന്ന പരികൽപ്പനയും ഇന്ന് ലോകത്തിൽ നമ്മുടെ മുൻപിൽ ചുരുൾ നിവർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാഗോള ക്രമത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ചില ധാരണകൾ നൽകാൻ കെൽപ്പുള്ളവയാണ്. ഇപ്പോൾ സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അതിനെ പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് ചുരുക്കാൻ കഴിയില്ല. ഇത് പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവം പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വമാണ് എന്ന് നമ്മൾ അർത്ഥമാക്കുന്നില്ല. ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്ന, അത് ഉപയോഗിക്കുന്ന, അത് ചൂഷണം ചെയ്യുന്ന ഒരു സാമൂഹിക ക്രമം ലോകത്തുണ്ടെങ്കിലും അത് കൊളോണിയലിസം എന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് ചുരുക്കി കാണാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ട് പരികൽപ്പനകൾക്കും അവയുടേതായ പരിമിതികൾ ഇരിക്കെ തന്നെ ആ പരികൽപ്പനകൾ ഉപയോഗിച്ച് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു സവിശേഷമായ അറിവധികാരക്രമത്തെ, ഒരു ജ്ഞാനാധികാരക്രമത്തെ എങ്ങനെ കൂടുതൽ സുതാര്യമായി കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇത്തരം ചർച്ചകൾ യഥാർത്ഥത്തിൽ നീങ്ങേണ്ടത്. ഇപ്പോൾ ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊളോണിയലിസം എന്നുള്ള വാക്ക് ഏത് പശ്ചാത്തലത്തിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. കൊളോണിയലിസം എന്ന് പറയുന്നത് വളരെ കാലം നീണ്ടു നിന്ന ഒരു ചൂഷണ, അധിനിവേശ, അധീശ പ്രത്യയശാസ്ത്രമായിരുന്നു. ലോക മുതലാളിത്തത്തിൻ്റെ തന്നെ പിറവിക്ക് കരുത്തേകിയ, ലോക മുതലാളിത്തത്തെ നിയന്ത്രിച്ച, അതിൻ്റെ അടിത്തറയായി വർത്തിച്ച ചരിത്ര പ്രക്രിയയുടെ ഏറ്റവും മർമ്മത്തിൽ നാം കാണുന്നത് കൊളോണിയലിസത്തെയാണ്. അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. എന്താണ് കൊളോണിയലിസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സവിശേഷത ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാകുന്നത്? നമുക്കറിയാം, കോളനികളെല്ലാം സ്വതന്ത്രമായി
ബ്രിട്ടന് 55 കോളനികൾ ഉണ്ടായിരുന്നു, ഫ്രാൻസിന് 29 കോളനികൾ ഉണ്ടായിരുന്നു, ജർമ്മനിക്ക് 10 കോളനി ഉണ്ടായിരുന്നു, പോർത്തുഗലിനും നെതർലാൻഡ്സിനും ഒക്കെ 8 കോളനികൾ വീതം ഉണ്ടായിരുന്നു. ഈ കോളനികളെല്ലാം തന്നെ സ്വതന്ത്രമായി. ഈ കോളനികളിലൊന്നും തന്നെ ഇന്ന് കോളനികളായി അവശേഷിക്കുന്നില്ല. പക്ഷെ എന്താണ് വീണ്ടും നമ്മൾ കൊളോണിയലിസം എന്ന് വീണ്ടും പറയുന്നത്, നമ്മൾ നിയോ കൊളോണിയലിസം എന്ന് വീണ്ടും പറയുന്നത്? കാരണം ഡീകോളനൈസേഷൻ, അതായത് നിർകോളനീകരണം, കോളനികളല്ലാതാവുന്ന അല്ലെങ്കിൽ കോളനികളിൽ നിന്ന് അതിശക്തികൾ ഒഴിഞ്ഞു പോകുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഒപ്പം തന്നെ നമുക്ക് പിടിതരാതെ, നമ്മുടെ കൈകളിൽ പൂർണ്ണമായും വഴങ്ങാതെ നിന്ന ഒന്നാണ് മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം. മുതലാളിത്തത്തിന്റെ രാഷ്ട്രീയ ക്രമം, സമ്പദ്ശാസ്ത്ര ക്രമം എന്ന് പറയുന്നത് ഈ കൊളോണിയൽ അധിനിവേശ ചരിത്രത്തിന്റെ ഒരു തുടർച്ചയെന്നോണം നിലനിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഏറ്റവും സമീപസ്ഥമായ ഒരു ഉദാഹരണം കൊണ്ട് മാത്രം ഇതിനെ സൂചിപ്പിക്കാം. നമ്മളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ട്രംപിന്റെ തീരുവ. ഈ ട്രംപിന്റെ തീരുവ എന്ന് പറയുന്നത്, ട്രംപിന് ഏകപക്ഷീയമായി ഇങ്ങനെ തീരുവ ചെലുത്താൻ സാധിക്കാത്ത ഒരു ലോകക്രമം യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അത് ലോക വ്യാപാര സംഘടനയാണ് തീരുവ തീരുമാനിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും അംഗത്വമുള്ള, ചൈന അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അംഗത്വമുള്ള ലോക വ്യാപാര സംഘടനയാണ് ഈ തീരുവകൾ തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പ്രവർത്തിക്കാനേ ലോകരാഷ്ട്രങ്ങൾക്ക് അവകാശമുള്ളൂ, ഈ ലോക വ്യാപാര സംഘടനയിൽ ഒപ്പിട്ടിരിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള, അമേരിക്ക അടക്കം. പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ അധിക തീരുവ ചുമത്തിയാൽ, അല്ലെങ്കിൽ ശ്രീലങ്ക മാൽദീവ്സിനെതിരെ അധിക തീരുവ ചുമത്തിയാൽ, ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ അധിക തീരുവ ചുമത്തിയാൽ, അവിടെയെല്ലാം അച്ചടക്കത്തിന്റെ ചൂരലുമായി പാഞ്ഞെത്തുന്ന ഈ ലോക വ്യാപാര സംഘടന ഇത്രയും കൃത്യമായ ലംഘനങ്ങൾ ട്രംപും അമേരിക്കയും നടത്തിയിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അതായത് ഇന്നത്തെ ഈ ലോകക്രമം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അഖില ലോക അടിസ്ഥാനത്തിൽ, കവനന്റുകളുടെ അടിസ്ഥാനത്തിൽ ചില സംഘടനാ രൂപങ്ങൾ, ആഗോള സംഘടനാ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവയുടെ സൂക്ഷ്മ ഘടനകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെല്ലാം തന്നെ ചെറിയ രാജ്യങ്ങളെ, അവകിസ്ത രാജ്യങ്ങളെ, വികസ്വര രാജ്യങ്ങളെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ അവയുടെ പല്ലും നഖവും മറ്റ് പ്രഹരശേഷിയും നഷ്ടപ്പെടുകയാണ്. അത്തരത്തിൽ പ്രഹരശേഷിയില്ലാതെ ചത്തതുപോലെ കിടന്നേക്കാം എന്ന രീതിയിൽ ലോകവ്യാപാര സംഘടന കിടക്കുകയാണ്. ഇതാണ് ഈ ഡീകോളനൈസേഷന്റെ കാലഘട്ടത്തിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ ഡാറ്റ കൊളോണിയലിസം എന്ന് നമ്മൾ വിളിക്കുന്നത്. പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് പറയുന്നത് എന്താണ്? പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്ന് പറയുന്നത്, നേരത്തെ എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ ചെറുവള്ളി സൂചിപ്പിച്ചതുപോലെ, പ്ലാറ്റ്ഫോമുകൾ മുതലാളിത്തത്തിന്റെ വൈജ്ഞാനിക ക്രമത്തിൽ ഇടപെടുന്ന രീതി എന്ന് പറയുന്നത്, ആ പ്ലാറ്റ്ഫോമുകൾ രാഷ്ട്രീയമായി ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തി ദുർഗങ്ങളായി ക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതെങ്ങനെയാണ് ഇത് ഒരു ശക്തി ദുർഗങ്ങളായി മാറുന്നത്? ഇപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, മേറ്റയുണ്ട്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഉണ്ട്, ഗൂഗിളിൻ്റെ ഉണ്ട്, ഊബർ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ, സുമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളെ ഭരിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാം. അതിന് അവരുപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഡാറ്റ കൊളോണിയലിസത്തിലേക്കുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ വഴി തുറക്കുന്നത്. ഈ ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പ് അറിയാം, ഏത് ഭരണകൂടത്തിനും ഭരിക്കണമെങ്കിൽ ഡേറ്റ ആവശ്യമാണ്. അങ്ങനെയുള്ള സെൻസസ് ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഡേറ്റ ഇല്ലാതെ ഭരിക്കാമെന്ന് കരുതുന്ന ലോകത്തിലെ ഒരൊറ്റ വിഡ്ഢി രാഷ്ട്രം മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു വിഡ്ഢി രാഷ്ട്രം മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. അത് നമ്മുടെ BJP ഭരിക്കുന്ന ഇന്ത്യ സർക്കാരാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് സെൻസസ് നടത്തുന്നത്. 2011 സെൻസസ് നടത്തിയതിനു ശേഷം ഇന്നേ വരെ പിന്നെ അടുത്ത 2021 നടത്തേണ്ട സെൻസസ് ഇപ്പോൾ 2025 നടത്തിയിട്ടില്ല. അത് 2027 നടത്തുമെന്നാണ് പറയുന്നത്. നടത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം അവർ ഡേറ്റ ഉപയോഗിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അവർക്ക് ഡേറ്റ കിട്ടുന്നത് മഹാഭാരതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നൊക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ നേരിട്ടുള്ള ഡാറ്റ എക്സ്ട്രാക്ഷൻ ആവശ്യമില്ല എന്നവർ ധരിച്ചിരിക്കുകയായിരിക്കുക. ഇപ്പോഴും മനുഷ്യരെല്ലാം ഇങ്ങനെ പാണ്ഡവരെയും കൗരവരെയും സീതയെയും ശ്രീരാമനെയും ഒക്കെ പോലെ ജീവിക്കുകയാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആധുനിക ഡേറ്റയോടുള്ള സമീപനം ഉപരിപ്ലവമായെങ്കിലും ഇതുപോലെ ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അതിനപ്പുറത്ത് ഈ ഡേറ്റ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്ത് തരം ഡേറ്റയാണ് അവർ ഉപയോഗിക്കുന്നത്?
നമ്മളിപ്പോൾ ഡേറ്റ എന്ന് പറയുമ്പോൾ ഈ സെൻസസ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ജാതി ഉണ്ടാവാം, മതം ഉണ്ടാവാം, വീടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, നമ്മുടെ ജോലി ഉണ്ടാവാം, വരുമാനം ഉണ്ടാകാം, ലിംഗഭേദം ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഏത് നഗരത്തിലാണോ ഗ്രാമത്തിലാണോ നമ്മൾ താമസിക്കുന്നത്, ഇതൊക്കെയാണ് സെൻസസ് ഡേറ്റയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. എന്നാൽ ഈ പ്ലാറ്റ്ഫോം മുതലാളിത്തം, അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഡേറ്റയായി മാറുന്നത്. അതായത് ഒരു മനുഷ്യ ശരീരം ഒന്നാകെ തന്നെ അനവരതം യാതൊരു തരത്തിലുള്ള ഇടവേളകളുമില്ലാതെ, അതാണ് ഇടവേളകളില്ലാതെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഭവമായി, നമ്മുടെ ശരീരം നിരന്തരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഭവമായി ഡേറ്റ മാറുകയാണ്. അതായത് നാം എന്ത് ചെയ്യുന്നു ഒരു ദിവസം എന്നുള്ളത് മുഴുവനും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും, ഓരോ മൈക്രോ സെക്കൻഡും ഡേറ്റയായി മാറുകയാണ്. ആ ഡേറ്റ ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ മുകളിലുള്ള കുത്തക, അതിൻ്റെ മുകളിലുള്ള ഉടമസ്ഥത, അത് വിതരണം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള അധികാരം, ഇതെല്ലാം കൈയാളുന്നത് ഈ പ്ലാറ്റ്ഫോമുകളാണ് എന്നുള്ളതാണ് അവയെ പ്ലാറ്റ്ഫോം മുതലാളിത്തത്തിൽ നിന്ന് പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്നുള്ള സംജ്ഞയിലേക്ക്, പരികൽപ്പനയിലേക്ക് പരിമിതമായെങ്കിലും പരിവർത്തനപ്പെടുത്തി മനസ്സിലാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് ഡേറ്റ അല്ലാത്തത് എന്നാണ് നമ്മളിപ്പോൾ ചോദിക്കേണ്ടത്. നമ്മൾ ഉറങ്ങുന്നത് ഡേറ്റയാണ്, നമ്മുടെ ഹൃദയം മിടിക്കുന്നത് ഡേറ്റയാണ്, നമ്മുടെ രക്തസമ്മർദ്ദം ഡേറ്റയാണ്, നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ മുഴുവൻ ഡേറ്റയാണ്, നമ്മുടെ മുഖം ഒരു ഡേറ്റയാണ്. ഈ ഫേസ് റെക്കഗ്നിഷൻ ഡിവൈസുകൾ വരുന്നതോടുകൂടി നമ്മുടെ മുഖം ഒരു ഡേറ്റയാണ്. അതിലെല്ലാം ഉപരി നമ്മുടെ ശബ്ദം. ഇപ്പോൾ കോൾ മൈനർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അത് ഉപയോഗിക്കുന്നത് ആളുകൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഫോണിലായാലും എവിടെയായാലും അത് റെക്കോർഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്താണ് മനുഷ്യ ശരീരത്തിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി കടന്നു ചെല്ലാൻ പ്ലാറ്റ്ഫോം മുതലാളിത്തത്തിന് സാധിക്കുന്നത്? അതിനുള്ള മെക്കാനിസമാണ്, അതിനുള്ള സാങ്കേതിക സംവിധാനമാണ് ഇന്ന് പ്ലാറ്റ്ഫോമുകളായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും ശരി, ഗൂഗിൾ ആണെങ്കിലും ശരി, മറ്റേത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ശരി, നമ്മളത് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ഡേറ്റ അവർക്ക് നൽകാനുള്ള ഒരു സമ്മതപത്രം കൂടി. ആ സമ്മതപത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളാരും മുഴുവൻ കരാർ വ്യവസ്ഥകളും വായിച്ചു നോക്കിയിട്ടല്ല ജിമെയിൽ എടുക്കുന്നത്, നമ്മളാരും മുഴുവൻ കരാർ വ്യവസ്ഥകളും വായിച്ചു നോക്കിയിട്ടല്ല ഫേസ്ബുക്ക് എടുക്കുന്നത്. അതിലേതെങ്കിലും ഒരു കരാറിനോട് അല്ലെങ്കിൽ അതിനകത്തെ ഒരു ക്ലോസിനോട് നിങ്ങൾക്ക് സ്വാഭാവികമായ വിയോജിപ്പുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ പോലും അവസരമില്ല. രണ്ട് ഓപ്ഷനേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ ഐ എഗ്രി എന്ന് പറഞ്ഞ് ഈ ആപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഐ ഡോണ്ട് എഗ്രി എന്ന് പറഞ്ഞ് ആ പേജിൽ നിന്ന് സ്ഥലം വിടുക. അതായത് ഈ ഒരു ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് നൽകുന്ന കമ്പനിയുടെ നിർദ്ദേശങ്ങൾ എന്തായാലും, അവരുടെ സംവിധാനങ്ങൾ എന്തായാലും അത് അക്ഷരം പ്രതി അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അതിനകത്തൊരു മറു ചോദ്യം ഇല്ല, ഒരു മറു ചോദ്യം ചോദിക്കാനുള്ള പഴുതുപോലുമില്ല. അങ്ങനെയാണ് കോടിക്കണക്കായ മനുഷ്യർ ദിവസവും ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി പരിചിന്തിക്കേണ്ട ഒന്നാണ്. അതെങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒന്നാണ്. ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡാറ്റ ഗവേണൻസ്, ഈ ഡാറ്റ ഭരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ഭരിക്കുന്നത് സർക്കാരാണെന്നാണ്. ഒരു പരിധിവരെ ഭരണകൂടമാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന മിഥ്യാധാരണയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മൾ ഭരണാധികാരികളോട് പറയുന്നത്. എന്നാൽ അനുനിമിഷം എന്നോണം മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭരണകൂടം എന്നത്. അതിൻ്റെ സ്വഭാവത്തിൽ നിരന്തരമായി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആ മാറ്റങ്ങൾ ഭരണകൂടം സ്വയം ഉണ്ടാക്കുന്നതല്ല, നമ്മളാരെങ്കിലും സമരം ചെയ്തുണ്ടാക്കിയ മാറ്റമല്ല, ഏതെങ്കിലും പാർലമെന്റിൽ നിയമം പാസാക്കി ഉണ്ടാക്കുന്ന മാറ്റമല്ല, മറിച്ച് ഒരു ഭരണകൂടം എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആഗോള തലത്തിലുള്ള ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണോ ആറ്റോമിക് എനർജി ഏജൻസി ഉണ്ടാക്കിയത്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കാൻ ആഗോള സംഘടന വേണം എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, സാം ആൾട്ട്മാനാണ്. സാം ആൾട്ട്മാൻ ഇപ്പോൾ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ, നിർമ്മിത ബുദ്ധിയെ നിയന്ത്രിക്കാം ആഗോള തലത്തിൽ. പക്ഷെ അങ്ങനെ ആഗോള തലത്തിൽ നിയന്ത്രിക്കണമെങ്കിൽ അതിന് ആറ്റോമിക് എനർജി ഏജൻസി പോലെയുള്ള ഒരു ആഗോള സംഘടന വരണം. ഇനി നിങ്ങൾ ഏത് ആഗോള സംഘടന വേണമെങ്കിലും എടുത്ത് നോക്കുക,
ഈ ആഗോള സംഘടനകളുടെ എല്ലാം, ഞാൻ ലോക വ്യാപാര സംഘടനയുടെ കാര്യം പറഞ്ഞു, ലോക ബാങ്കിന്റെ കാര്യം നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റു തലത്തിലുള്ള കവനന്റുകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആഗോള സംഘടനകളെല്ലാം തന്നെ മുതലാളിത്ത സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ് പരിപാലിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചങ്കുറപ്പോടുകൂടി സാം ആൾട്ട്മാൻ പറയുന്നത് ഞങ്ങൾ നിയന്ത്രണത്തിനെതിരല്ല, ഒരാഗോള സംവിധാനം ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നിയന്ത്രിക്കരുത്. കാരണം ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിന്റെ ഏജിലേക്ക് കടക്കുമ്പോൾ ഒരു തരത്തിലുള്ള തടസ്സവാദങ്ങളും ആരും ഉന്നയിക്കാൻ പാടില്ല. ആ ട്രാൻസിഷൻ, ആ പരിവർത്തനം, നിർമ്മിത ബുദ്ധിയിൽ നിന്ന് ഈ സൂപ്പർ നിർമ്മിത ബുദ്ധിയിലേക്കുള്ള പരിവർത്തനം എന്ന് പറയുന്നത് സുഗമമായി സംഭവിക്കണം എന്നാണ് സാം ആൾട്ട്മാൻ പറയുന്നത്. അതിന് പറയുന്ന കാരണം എന്താണ്? ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പല സ്ഥലത്ത് സമരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊന്നും അവരുടെ ഒരു പരിഗണനാ വിഷയം പോലുമല്ല. അദ്ദേഹം പറയുന്നുണ്ട് അതൊന്നും എനിക്ക് ബാധകമല്ല, ഇത്തരം സംഭാഷണങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സംഭാഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നത്? കാരണം ഈ സംഭാഷണങ്ങൾക്കുപരിയാണ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ നടക്കുന്ന ഉപജാപങ്ങൾ. അദ്ദേഹം കാണുന്നത് ആരെയാണ്? അദ്ദേഹം ഇന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രിയെ കാണുന്നു, അതിനുശേഷം ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയെ കാണുന്നു, അമേരിക്കയിലെ ഉന്നതരെ കാണുന്നു, സെനറ്റർമാരെ കാണുന്നു, ഇറ്റലിയിൽ പോകുന്നു, അവിടുത്തെ ഭരണാധികാരിയെ കാണുന്നു. മുതലാളിത്ത രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ നിരന്തരം സഞ്ചരിക്കുകയാണ്. കാരണം ഈ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു കവനന്റ് ആഗോളതലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ അധീശത്വം ഒന്ന് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കയ്യിലായിരിക്കണം. രണ്ട്, ഈ കോർപ്പറേറ്റുകൾക്ക്, നിർമ്മിത ബുദ്ധിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അപരിമേയമായ സ്വാതന്ത്ര്യം അത് ഉപയോഗിക്കുന്നതിന് ഉണ്ടായിരിക്കണം. ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, അതിൻ്റെ ഒരു രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രപരമായ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ മേഖല വികസിക്കുന്നുണ്ട്. അത് തൊഴിലിൻ്റെ മേഖലയാണ്. ആ തൊഴിലിൻ്റെ മേഖലയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നതേയില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഗിഗ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്ന് പറയുന്നത്, അത് പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ BA 4 വർഷ BAക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. ഇത് ഞാൻ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുക, ഒരു കുട്ടി നമ്മുടെ അടുത്ത് പഠിക്കാൻ വന്നു ചേർന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ കുട്ടി ഡ്രോപ്പ് ഔട്ട് ആകരുത് എന്നാണ്. ഇവിടെ ഒരു വിദ്യാഭ്യാസ നയം പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര ഡ്രോപ്പ് ഔട്ടുകൾ ആകൂ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ നയം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് അഗ്നിവീർ എന്നും പറഞ്ഞ ഈ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു. എന്നിട്ട് യൂണിവേഴ്സിറ്റികളോട് മുഴുവൻ പറയുകയാണ്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളിലൊക്കെ ഈ അഗ്നിവീറിൻ്റെ ബാനർ ഒട്ടിക്കുക, എന്നിട്ട് കുട്ടികളോട് പറയുക പട്ടാളത്തിൽ പോയി ചേർന്ന് ഈ അഗ്നിവീർ പദ്ധതിയിൽ പോയി ചേരുക, അതിനുശേഷം അവർക്ക് പിന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വിദ്യാർത്ഥി വന്നാൽ എൻ്റെ ഉത്തരവാദിത്വം, ഒരു അധ്യാപകൻ എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം ആ കുട്ടിയുടെ പഠനം പൂർത്തിയാക്കാൻ ആ കുട്ടിയെ സഹായിക്കുക എന്നുള്ളതാണ്. അത് ആ കുട്ടിയെ പകുതിക്ക് വെച്ച് ഈ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിക്കുക എന്നുള്ളതല്ല. അധ്യാപകരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഇത്തരത്തിൽ പകുതിക്ക് വെച്ച് വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ച് പോകട്ടെ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ നയം വരുന്നത് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസത്തിൻ്റെയും പ്ലാറ്റ്ഫോം സാമ്രാജ്യത്തിൻ്റെയും ഗിഗ് ഇക്കോണമിയുടെയും ആവശ്യപ്രകാരമാണ്. കാരണം അതിനെന്താണ് ആവശ്യം? അതിന് കുറഞ്ഞ സ്കില്ലുകൾ മാത്രമുള്ള, അതായത് ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയണം, നിങ്ങൾക്ക് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം, ഡെലിവറി ചെയ്യാൻ അറിയണം, അഡ്രസ്സ് വായിക്കാൻ അറിയണം. ഇത് മാത്രം മതി പുതിയ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു അടിസ്ഥാന ജ്ഞാനാധികാര സമ്പ്രദായമാണ്, സംവിധാനമാണ് പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ആ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസത്തിൻ്റെ റിസർവ് ആർമി ഓഫ് ലേബറായി നിൽക്കാൻ മാത്രമായി ഒരു രാഷ്ട്രത്തിലെ യുവത മുഴുവൻ മാറി നിൽക്കണം എന്ന് പറയുന്നതാണ് ഈ വിദ്യാഭ്യാസ നയം. അതാണ് 1 വർഷം കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആകാം, 2 വർഷം കഴിയുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ആകാം എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസ നയം യഥാർത്ഥത്തിൽ ഈ പ്ലാറ്റ്ഫോം ഇക്കോണമിയെ മനസ്സിലാക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. കാരണം ഇതിനെ നിയന്ത്രിക്കുന്നത്, ഈ
ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയാതെ പോകുന്നൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസ്റ്റ് ന്യൂ ലിബറൽ പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, വിദ്യാർത്ഥികളെ ക്ലാസ് റൂം വിട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇനി ഇവിടുത്തെ കൂലിയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, വേജിനെ കുറിച്ച് മാർക്സും അതുപോലെ തന്നെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രജ്ഞന്മാരും എല്ലാം വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. കൂലി കൂടുന്നില്ല എന്ന് മാത്രമല്ല, കൂലി കുറയുന്നു. ഈ ഡാറ്റ വ്യവസായം വിപുലപ്പെടുകയും അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് വികസിക്കുന്നത്. 2-3 കാര്യങ്ങൾ ഇവിടെ വളരെ പ്രധാനമാണ്. ഒന്ന്, ഈ കൊളോണിയലിസത്തെ കുറിച്ച് സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യം എക്സ്പ്ലോർ, എക്സ്പാൻഡ്, എക്സ്പ്ലോയിറ്റ്, എക്സ്റ്റെർമിനേറ്റ് എന്നാണ്. അതായത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, പരിവേഷണം ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക, എക്സ്റ്റെർമിനേറ്റ് ചെയ്യുക, നശിപ്പിക്കുക. ഇതാണ് കൊളോണിയലിസത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം. ഇത് നമുക്കറിയാം, ഇത് പല പ്രദേശങ്ങളിലും പല വ്യത്യസ്തമായ രീതികളിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ബ്രസീലിലാണെങ്കിൽ അവരുടെ ഭാഷ തന്നെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിൽ കൊളോണിയലിസത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്റ്റെർമിനേഷൻ നടന്നു ആ അർത്ഥത്തിൽ. അത്തരത്തിൽ ഇന്ത്യയിൽ ഒരു എക്സ്റ്റെർമിനേഷൻ നടന്നിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതിരോധങ്ങൾ, അതിലൊക്കെ ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ, നമ്മുടെ സമ്പത്ത് എങ്ങനെയാണ് കൊളോണിയൽ അധികാരികൾ ചൂഷണം ചെയ്തുകൊണ്ട് പോയത്, എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻഡിജീനിയസ് ഇക്കോണമിയും അതുപോലെ തന്നെ ഒരു പ്രോട്ടോ ക്യാപിറ്റലിസ്റ്റ് ഫോമും പൂർണ്ണമായും തന്നെ എക്സ്റ്റെർമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എക്സ്റ്റെർമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അതേ മാതൃകയാണ് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം, ഈ ഡാറ്റ കൊളോണിയലിസത്തിന്റെ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തൊഴിലാളികൾ, ഈ ഗിഗ് ഇക്കോണമിയിലെ തൊഴിലാളികൾ അതീവ ദുർബലരായി മാറിയിരിക്കുന്നു. അവർക്ക് സംഘടിത ശേഷിയില്ല, അവർക്ക് സംഘടിതമായി ഇതിനെ ചെറുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗിഗ് ഇക്കോണമിയിലേക്ക് ദിവസവും കൂടുതൽ പേർ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അബ്സോർപ്ഷൻ എബിലിറ്റി ഉണ്ട്. ആര് വന്നാലും സൊമാറ്റോയുടെ ഒരു ഡെലിവറി പേഴ്സണായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു ഡെലിവറി പേഴ്സണായി മാറും. നിങ്ങൾക്ക് ജോലി നിഷേധിക്കപ്പെടുന്നില്ല, നിങ്ങൾ വരണ്ട എന്ന് പറയുന്നില്ല. എത്ര ആയിരം പേര് വന്നാലും വീണ്ടും ആളുകൾ വന്നോട്ടെ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇത് മുതലാളിത്തത്തിന്റെ മത്സരം എന്നതിലുപരി തൊഴിലാളികൾക്കിടയിലൊരു മത്സരമായി ജോലിയെ മാറ്റിയിരിക്കുന്നു. തൊഴിലാളികൾക്കിടയിലുള്ള ഒരു ജോലിക്ക് മത്സരമുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതി ജോലി കിട്ടുന്നവരുണ്ട് എന്നറിയാം. പക്ഷേ ഇത്രയും നഗ്നമായ രീതിയിൽ പരസ്പരം തൊഴിലാളികളെ പോരടിപ്പിക്കുന്നവരായി, ഒരു ഡെലിവറിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, മറ്റൊരാൾക്ക് കിട്ടുന്ന ഡെലിവറി തൻ്റെ ഡെലിവറിയിൽ നിന്ന് പോകുന്നതാണ് എന്ന് ധരിക്കാൻ പ്രാപ്തരാക്കി മനുഷ്യരെ മാറ്റുന്ന തരത്തിൽ ഈ ഗിഗ് ഇക്കോണമി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സൂക്ഷ്മവശത്തിൽ നമ്മൾ കാണുന്നില്ലല്ലോ. തൊഴിലാളി എന്നതിനെ മുതലാളിത്തം എങ്ങനെയാണോ നിസാരവൽക്കരിച്ചത്, അധ്വാനത്തെ എങ്ങനെയാണോ നിസാരവൽക്കരിച്ചത്, അതിൻ്റെ 10 മടങ്ങ് 100 മടങ്ങ് 1000 മടങ്ങ് ശക്തിയിൽ ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസവും ഡാറ്റ കൊളോണിയലിസവും അധ്വാനത്തെ നിസാരവൽക്കരിക്കുന്നു. അധ്വാനത്തെ അങ്ങനെ നിസാരവൽക്കരിക്കുന്നതിലൂടെ അതിൻ്റെ മൂല്യം കുറയ്ക്കുന്നു. അങ്ങനെ മൂല്യം കുറയ്ക്കുമ്പോൾ തന്നെ അതിനെ വികസിപ്പിച്ചുകൊണ്ട് മാർസിയൻ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ മിച്ചമൂല്യം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കാനുള്ള പുതിയ മേഖലകൾ കണ്ടെത്തുന്നു. ഇനി മറ്റൊരു മേഖല, ഇത് തൊഴിലുമായി നേരിട്ട് ബന്ധപ്പെട്ടൊരു മേഖല. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖല, ഇപ്പോൾ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്നും ഡാറ്റ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, കൊളോണിയലിസം മുതലാളിത്ത രാജ്യങ്ങളിൽ ഉത്ഭവിച്ച് കോളനികളെ മുഴുവൻ കീഴടക്കുന്ന ഒരു സംവിധാനമായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം ഡേറ്റ എടുക്കുന്നത് മുൻ കോളനികളിൽ നിന്ന് മാത്രമല്ലല്ലോ, 3-ാം ലോക രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ലല്ലോ, ഗ്ലോബൽ സൗത്തിൽ നിന്ന് മാത്രമല്ലല്ലോ, യൂറോപ്പിൽ നിന്ന് എടുക്കുന്നില്ലേ, അമേരിക്കയിൽ നിന്ന് എടുക്കുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയാണ് നമ്മൾ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോട്ടോകോൾസ് വ്യത്യസ്തമാണ്. മുതലാളിത്ത രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിൻ്റെ രീതിയും, ഇപ്പം നമ്മൾ യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ ടിക്ടോക്ക് പോലെയുള്ള, ടിക്ടോക്കിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് സംസാരിക്കാം. യൂട്യൂബിൻ്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ റീൽസിൻ്റെ കാര്യം എടുക്കാം, ഫേസ്ബുക്കിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ അവർ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും. പലരും ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട്, എനിക്ക് ഇത്ര പൈസ കിട്ടി എന്നൊക്കെ. വളരെ കുറഞ്ഞ തുകയാണെങ്കിൽ പോലും അവർ പൈസ നൽകാൻ തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, കൊളോണിയലിസത്തിനൊരു ഘട്ടം ഉണ്ടായിരുന്നു. വരിക, ആക്രമിക്കുക, കീഴടക്കുക, ഉപഭോഗം ചെയ്യുക, ആരും ചോദിക്കാനില്ല. സ്പെയിനിനെ പോലെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് എടുത്തിരുന്നത്? അവിടെ വരിക, ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുക, അവരെ മുഴുവൻ വിളിച്ചു കൂട്ടുക, ഇന്നു മുതൽ ഈ പ്രദേശം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്, ഇതിനെ ആരെങ്കിലും എതിർത്താൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കം ഞങ്ങൾ അടിമകളാക്കും എന്ന് പരസ്യമായി ഡിക്ലറേഷൻ വായിച്ചുകൊണ്ടാണ് കോളനികളിലേക്ക് സ്പെയിൻ കടന്നു ചെന്നിരുന്നത്. നിസാരമായി ഇത് പറയുകയാണ് ആൾക്കാരെ. അത് മനസ്സിലാകാത്ത, സ്പാനിഷ് ഭാഷ മനസ്സിലാക്കാത്ത അവരോട് ഇതിനെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അവർ സ്പാനിഷ് ഭാഷ പഠിച്ചതും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. അങ്ങനെ
ഇരുന്ന് കേൾക്കാൻ തയ്യാറാകാതിരുന്ന ഗോത്രങ്ങളെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ട് വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. എന്തിനാണ് ഈ വായിച്ചു കേൾപ്പിക്കുന്നത്? വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഇത് വായിച്ചു കേൾപ്പിച്ചില്ലെങ്കിലും ഇതേ അധികാരം തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് വായിച്ചു കേൾപ്പിച്ച് അവരുടെ തലയൊന്ന് പിടിച്ചിങ്ങനെ ഒന്ന് കുലുക്കും. അപ്പോൾ ശരിയെന്ന് പറയുന്ന ഒരു രീതിയാകുമല്ലോ. അങ്ങനെ നിർബന്ധിച്ച് ആണ് ആ സമയത്ത് ഒന്നും തന്നെ തിരിച്ചു കൊടുക്കേണ്ടതില്ല. അതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടാകുന്നു, മത്സരം ഉണ്ടാകുന്നു, മറ്റ് മുതലാളിത്ത രാജ്യങ്ങൾ അതിലേക്ക് പ്രവേശിക്കുന്നു. അവർ തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഈ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നതിന്, പ്രകൃതി വിഭവങ്ങൾക്ക് നിസ്സാരമായ മൂല്യം നൽകാൻ നിർബന്ധിതരാകുന്നു. ഇന്ന് നമ്മളിപ്പോൾ പ്രകൃതിയുടെ പരിസ്ഥിതി വിനാശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മുതലാളിത്തമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ മുതലാളിത്തം അതിൻ്റെ കണ്ണിയാണ് എന്ന് പറയുമ്പോൾ പോലും ഈ മൂന്നാം ലോക രാജ്യങ്ങളിലെ മുഴുവൻ വിഭവത്തിന് ആദ്യം 0 മൂല്യം നിശ്ചയിക്കുകയും അതിനുശേഷം വളരെ പരിമിതമായ മൂല്യം നിശ്ചയിക്കുകയും, നമ്മുടെ ഈ കാട്ടിലെ മരങ്ങളൊക്കെ എങ്ങോട്ടാണ് പോയത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെയുള്ള ഏതെങ്കിലും തടിക്കച്ചവടക്കാർ വെട്ടിക്കൊണ്ടു പോയതല്ല. മലേഷ്യയിലെ കാടുകളൊക്കെ ആരാണ് വെട്ടിക്കൊണ്ടുപോയത്? ഇന്തോനേഷ്യയിലെ കാടുകളൊക്കെ ആരാണ് വെട്ടിക്കൊണ്ടുപോയത്? കൊളോണിയൽ ശക്തികളാണ് വെട്ടിക്കൊണ്ടുപോയത്. ഈ തിരുവിതാംകൂറിൽ നിന്നും മലബാറിൽ നിന്നും കാട് വെട്ടിക്കൊണ്ടുപോയത് കൊളോണിയലിസ്റ്റുകളാണ്. അതിനാണ് ഇവിടെ വന നിയമം തന്നെ കൊണ്ടുവന്നത്. ആദിവാസികൾ വനത്തിൽ പ്രവേശിച്ച് മരം വെട്ടരുത് എന്ന് നിയമം കൊണ്ടുവന്നത് നാട്ടുകാർക്ക് വനത്തിൽ പ്രവേശിച്ച് മരം വെട്ടാൻ അധികാരമില്ല എന്ന് കൊളോണിയലിസം നിയമം കൊണ്ടുവന്നത് ഈ മരം മുഴുവൻ വെട്ടി യൂറോപ്പിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് പുനർവിന്യസിക്കാൻ വേണ്ടിയാണ്. ഈ വിഭവങ്ങൾ എന്ത് വില കൊടുത്താണ് അവർ വാങ്ങിയത്? നാട്ടുരാജാക്കന്മാർക്ക് എന്തെങ്കിലും തുച്ഛമായ പണം കൊടുത്തിട്ടുണ്ടാവാം. ചില സ്ഥലത്ത് കൊടുക്കാതെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവരുടെ അധികാര പരിധിയിൽ വരുന്ന ഒന്നായി കൊണ്ടുപോയതാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഡേറ്റ ആദ്യം ചൂഷണം ചെയ്യപ്പെട്ടത്. നമ്മുടെ ഡേറ്റ, നമ്മുടെ യാതൊരു തരത്തിലുള്ള നമ്മൾ ദിവസവും പ്രവർത്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ ഡാറ്റാവൽക്കരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും തരാതെയാണ് യൂട്യൂബും ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ തന്നെ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം മറ്റൊരു ഘട്ടത്തിൽ ഈ മത്സരം മൂർച്ഛിക്കുകയും ഇതൊരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തുകയും ആളുകൾ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ, അല്ലെങ്കിൽ കണ്ടന്റ് ഉപയോഗിക്കുന്നതിന് ചില പരിമിതികൾ ഉണ്ടായപ്പോൾ അവർ നിശ്ചയിച്ചതാണ് ചെറുതായി പ്രതിഫലം കൊടുക്കാം എന്ന്. അങ്ങനെ പ്രതിഫലം കൊടുക്കുമ്പോൾ പോലും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ അമേരിക്കയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണമല്ല നിങ്ങളത് ഇന്ത്യയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത്. മാത്രവുമല്ല, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന്, റീൽസിൽ നിന്നും അവർക്കെന്ത് വരുമാനം കിട്ടുന്നു എന്നുള്ളത് അവർ ഒരിക്കലും തുറന്നു പറയുന്നില്ല. ഒരു തൊഴിലാളിക്ക് കൂലി കൊടുക്കുമ്പോൾ മുതലാളിയുടെ മൊത്തം ലാഭം എന്താണെന്ന് തൊഴിലാളിയോട് പറയുന്നില്ല. ഒരു കൂലി നിശ്ചയിച്ച് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്നതുപോലെ ഈ കൂലിയും ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ കണ്ടന്റിന്, ഉള്ളടക്കത്തിന്, ഈ ഉള്ളടക്കമാണ് അവരെ നിലനിർത്തുന്നത്. നമ്മൾ നിരന്തരം ഉണ്ടാക്കുന്ന ഉള്ളടക്കമാണ് അവരെ നിലനിർത്തുന്നത് എങ്കിൽ പോലും ആ ഉള്ളടക്കത്തിന് അർഹമായ വില നൽകുന്നില്ല. ആ അർത്ഥത്തിൽ ഡാറ്റ കൊളോണിയലിസം എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ആ മേഖലയിലേക്ക്, അതായത് ആദ്യത്തെ 2 ഘട്ടങ്ങളും കഴിഞ്ഞ്, എക്സ്പ്ലോർ, എക്സ്പാൻഡ് എന്നുള്ള 2 ഘട്ടങ്ങളും കഴിഞ്ഞ് എക്സ്പ്ലോയിറ്റ് എന്നുള്ള ഘട്ടത്തിൽ അതിൻ്റെ മറ്റൊരു ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുകൊണ്ട് ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു ആഗോള സംവിധാനം നമുക്ക് പണം തരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നീതിവത്കരിക്കപ്പെടുകയാണ്, അത് ലെജിറ്റിമൈസ് ചെയ്യപ്പെടുകയാണ്. അത് ശരിയായ ഒരു മാർഗമാണ് എന്ന് നമ്മളും അവരും ഒരുപോലെ കൈയടിച്ച് സമ്മതിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഭരണകൂടങ്ങൾക്കൊന്നും ചെയ്യാനില്ല. കാരണം ക്രോസ് ബോർഡറാണ് ഇതിൻ്റെ എല്ലാം നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണകൂടവുമായി ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്ത് ബന്ധമാണ് ഉണ്ടാക്കുന്നത്? അത് സാമ്രാജ്യത്വത്തിൻ്റെ ഏത് ഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചർച്ച ഇവിടെ അനിവാര്യമാവുകയാണ്. എന്താണ് ഭരണകൂടങ്ങളുമായുള്ള ബന്ധം? ഉദാഹരണത്തിന് നമുക്ക് ചൈനയുടെ കാര്യമെടുക്കാം. ചൈന ലോക മുതലാളിത്ത സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന പദമാണ് ചൈന. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചൈന സ്വതന്ത്രമായി ഇതിനെ ചെറുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പല സ്ഥലത്തും പറയാറുണ്ട്, ചൈനയ്ക്കുള്ളിലെ രാഷ്ട്രീയ വ്യവസ്ഥ, അവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം എല്ലാവർക്കും വ്യാകുലതകളുണ്ട് എന്നെനിക്കറിയാം. വ്യാകുലതകളില്ലാത്തവരായ ആരുമില്ല. അത്തരത്തിലാണോ ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് 2 രീതിയിൽ നടത്താം. ഒന്ന്, വളരെ ആശയവാദപരമായ രീതിയിൽ വലതുപക്ഷ ചട്ടക്കൂടിനുള്ളിൽ ചൈനയുടെ ആന്തരിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്താം. 2, ഒരു മാർക്സിസ്റ്റ് രീതിയിൽ, മാർക്സിസ്റ്റ് സമീപനത്തിൽ. അത് അൽത്യൂസറൊക്കെ ഊന്നി പറഞ്ഞൊരു കാര്യമാണ്. സ്റ്റാലിനിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സ്റ്റാലിനിസത്തെക്കുറിച്ച് നിങ്ങൾക്ക് പല രീതിയിൽ ചർച്ച ചെയ്യാം, പക്ഷേ സ്റ്റാലിനിസത്തെക്കുറിച്ച് ഒരു മാർക്സിസ്റ്റ് രീതിയിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുള്ള
പഴുതുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് മാർക്സിസത്തിലുള്ളത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആ അർത്ഥത്തിൽ മാർക്സിസത്തിനുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ചൈന എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുതലാളിത്ത രാജ്യങ്ങൾ ഒരു ഭീഷണിയായി കാണുന്നത്? ജപ്പാനെ ഭീഷണിയായി കാണാത്ത അമേരിക്ക എന്തിനാണ് ജപ്പാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന ചൈനയെ ഭീഷണിയായി കാണുന്നത്? യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുന്ന ചൈനയെ, യൂറോപ്യൻ യൂണിയനെ ഒരു ഭീഷണിയായി കാണാത്ത അമേരിക്ക എന്തിനാണ് ഭീഷണിയായി കാണുന്നത്? അമേരിക്ക ചൈനയെ ഭീഷണിയായി കാണുകയും യൂറോപ്യൻ യൂണിയനെയും ജപ്പാനെയും ഭീഷണിയായി കാണാതിരിക്കുന്നു. ജപ്പാൻ അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും ഭീഷണിയായി കാണുന്നില്ല. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയെയും ജപ്പാനെയും ഭീഷണിയായി കാണുന്നില്ല, എന്നാൽ ചൈനയെ ഭീഷണിയായി കാണുന്നു. ഇത് എന്താണെന്ന് ഇത് ചൈന ഈ മേഖലയിലേക്ക് ഇറങ്ങിയത് ഒരു സ്വതന്ത്ര അസ്തിത്വത്തോടു കൂടിയാണ്. സ്വതന്ത്ര അസ്തിത്വത്തോടു കൂടി ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസത്തെയും ഡാറ്റ കൊളോണിയലിസത്തെയും അതിൻ്റെ മുളയിൽ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ചൈന ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും കാതലായ പ്രശ്നം. അങ്ങനെ ചെയ്യാനുള്ള അവകാശം, അത് മുമ്പ് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഗൂഗിൾ ചൈനയിലേക്ക് വന്ന സമയത്ത് ചൈന ഗൂഗിളിനെ അവിടെ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ഗൂഗിൾ ആണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പ്രവേശിച്ചതുപോലെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ചൈനയിൽ പ്രവർത്തിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടായിരിക്കണം എന്നാവശ്യപ്പെട്ടു. ഈ ടഗ് ഓഫ് വാർ, ഈ വടംവലി കുറച്ചു കാലം നീണ്ടു നിന്നു. അപ്പോൾ അന്ന് നമ്മൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ചൈനാസ് ഗൂഗിൾ പ്രോബ്ലം ആൻഡ് ഗൂഗിൾസ് ചൈന പ്രോബ്ലം എന്ന്. ഗൂഗിളിൻ്റെ ചൈന പ്രശ്നം, ചൈനയുടെ ഗൂഗിൾ പ്രശ്നം എന്ന് നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഈ ചർച്ച എങ്ങനെയാണ് അവസാനിച്ചത്? ഈ ചർച്ച അവസാനിച്ചത് ഗൂഗിളിനോട് കാതലായ ഒരു ചോദ്യം ചൈന ചോദിച്ചു. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അമേരിക്കയിലാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ അനുസരിച്ച് എന്തു ഡേറ്റയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അമേരിക്കൻ ഭരണകൂടം ചോദിച്ചാൽ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഗൂഗിൾ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ എന്ത് കോക്കനട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചൈന ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഇക്വേഷൻ തന്നെ മാറുന്നത്. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിന് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആ ഡേറ്റ ഞങ്ങൾ ചോദിച്ചാലും തരണം എന്ന് ചൈന പറയുമ്പോൾ അത് മനുഷ്യാവകാശ ലംഘനവും, അമേരിക്ക ചോദിച്ചാൽ അത് കൊടുക്കുന്നത് ജനാധിപത്യവും ആകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രകടമായ പൊരുത്തക്കേട് എന്ന് പറയുന്നത്, വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ചൈനയെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്ന ഒരാളല്ല എന്ന് എന്നെ വായിച്ചിട്ടുള്ളവർക്കറിയാം. പക്ഷേ ചൈനയെ അമേരിക്ക ഒരു പ്രതിയായി കാണുന്ന, ആഗോളതലത്തിൽ ഒരു പ്രതിയായി കാണുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ചൈനയ്ക്ക് സ്വന്തമായി ഒരു WeChat എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ WeChat പലതും ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പലതിനെയും ലിങ്ക് ചെയ്യുന്നതിനെ സാമ്രാജ്യത്വ ശക്തികളും മറ്റുള്ളവരും എതിർക്കുന്നത് അവിടെ ഏകാധിപത്യവും അവിടെ സ്വേച്ഛാധിപത്യവും സമഗ്രാധിപത്യവും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾ എന്താണ് ചെയ്യുന്നത്? ഈ പ്ലാറ്റ്ഫോമുകൾ ചെറുകിട രാജ്യങ്ങൾ, ആഫ്രിക്കയിലടക്കം മറ്റ് രാജ്യങ്ങളിലടക്കം ഇതേ രീതിയിലാണ്. ഇപ്പോൾ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് നിയന്ത്രിക്കുന്ന 30 ആഫ്രിക്കൻ രാജ്യങ്ങളാണുള്ളത്. 30 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മേളിൽ ഏതാണ്ട് സമ്പൂർണ്ണമായ ഇന്റർനെറ്റ് ആധിപത്യം ഫേസ്ബുക്ക് ചെലുത്തുകയാണ്. ഇന്ത്യയിലും ആ ആധിപത്യം ചെലുത്താനായിട്ടൊരു ചെറിയ ശ്രമം ഫേസ്ബുക്ക് നടത്തി. ഇവിടുത്തെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആക്ടിവിസ്റ്റുകളാണ് ശക്തിയുക്തം സമരം ചെയ്ത് അതിനെ, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു, ചെറുത്താണ് അതിനെ പരാജയപ്പെടുത്തിയത്. പക്ഷേ ആഫ്രിക്കയിൽ അത്തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാകാതിരുന്നത് കൊണ്ട് തന്നെ ഇന്നവിടെ വലിയ നിയന്ത്രണം ഈ കാര്യത്തിൽ എന്ത് ആഫ്രിക്കക്കാർ കാണണം കാണണ്ട ഇന്റർനെറ്റിൽ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ഫേസ്ബുക്കിനെ കിട്ടിയിരിക്കുകയാണ്. ഇതുപോലെ പല തലങ്ങളിലും. ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആരോഗ്യ ഡേറ്റ. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട്, വാച്ചുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെല്ലാം ഉള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഈ ഡേറ്റ എല്ലാം തന്നെ വളരെ അടുത്ത കാലത്തുണ്ടായ ഒരു ഉദാഹരണം, ഒരു കമ്പനി അതിൻ്റെ ജോലിക്കാർക്ക് അവരുടെ ഹെൽത്ത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും സഹായകമായ രീതിയിൽ ഒരു ആപ്പ്, ഒരു ഉപകരണം നൽകി. ഈ ഉപകരണം നൽകിയത് ആളുകളെല്ലാം വളരെ സന്തോഷത്തോടെ ഉപയോഗിച്ചു. അവരുടെ ഹെൽത്തൊക്കെ അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം വളരെ ആരോഗ്യ ബോധ്യങ്ങളുള്ള വ്യക്തികളായി മാറി, ബോധവാന്മാരായി, ബോധവതികളായി മാറി. പക്ഷേ അത് കഴിഞ്ഞ് സംഭവിച്ചെന്താ വെച്ചാൽ കമ്പനി ഒരു അനൗൺസ്മെന്റ് നടത്തിയാണ്, നിങ്ങളുടെ എല്ലാം ആരോഗ്യം പരിഗണിച്ച് ഇനി മുതൽ ഇതായിരിക്കും ഇവിടുത്തെ ജോലിക്രമം എന്ന്. ഇവരുടെ എല്ലാം ആരോഗ്യം പ്രമാണിച്ച് എന്ന് പറഞ്ഞ് അതിനെ അടിസ്ഥാനമാക്കി ഒരു ജോലിക്രമം നിശ്ചയിക്കാൻ ഈ കമ്പനിയെ പ്രാപ്തമാക്കിയത് ഇതിൽ നിന്നുള്ള ഡേറ്റ നേരെ പോയിരുന്നത് കമ്പനിയിലേക്കാണ് എന്നുള്ളത് കൊണ്ടായിരുന്നു. എന്ന് മാത്രവുമല്ല, ഈ ഡേറ്റ പോകുന്നത് ഇന്ന് നമ്മൾ കാണുന്ന, ഇപ്പോൾ മാർസ് പറഞ്ഞിട്ടല്ലോ, ഈ മുതലാളിത്തം നിലനിൽക്കുന്നത് ഡയറക്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ട് കൂടിയാണ്. ഡയറക്റ്റ് ഫിക്സഡ്, ഈ ഫാക്ടറികളും അതുപോലെ അതൊരു വലിയൊരു കോൺസെപ്റ്റാണ് ഈ ഡയറക്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നുള്ളത്. ഈ പ്ലാറ്റ്ഫോം സാമ്രാജ്യത്തുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുണ്ട്, എവിടെയാണ് ഡയറക്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ? നിങ്ങളുടെ മാർസമൊക്കെ അപ്രസക്തമാകുന്നില്ലേ? ഈ ഡയറക്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ എവിടെ? പിന്നെ ഈ ക്ലൗഡ് എന്ന് പറയുന്നത് എന്താണ്?
ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസ്റ്റിൻ്റെ ഡയറക്റ്റ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ക്യാപിറ്റലാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്നത്, ഈ ആപ്പുകൾ എന്ന് പറയുന്നത്, ക്ലൗഡ് സെർവേഴ്സ് എന്ന് പറയുന്നത്. കാരണം മുഴുവൻ ഡേറ്റയും സമാഹരിക്കുന്ന അവിടെയാണ്. നമ്മളിപ്പോൾ ഈ ആമസോൺ വെബ് സർവീസ് എന്ന് പറയുന്നൊരു ക്ലൗഡ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാന ക്ലയൻറ്റ്, അവരുടെ വരുമാനത്തിൻ്റെ 30% വരുന്നത് ഈ ക്ലൗഡിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 16 മുതൽ 30% വരെ അവർക്ക് വരുമാനം വരുന്നത് ഈ ക്ലൗഡ് സെർവറിൽ നിന്നാണ്. ആമസോൺ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന കലവും ചട്ടിയും രാവിലെ വീട്ടിൽ കൊണ്ട് തരുന്നതാണ് ആമസോണിൻ്റെ പ്രധാന വരുമാനം എന്നാണ്. അതല്ല, അത് വെറും ഒരു പുകമറ മാത്രമാണ്. അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മറ്റു രീതികളിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റ് ആരാണെന്നറിയാമോ? ഈ ആമസോൺ വെബ് സർവീസിൻ്റെ പ്രധാനപ്പെട്ട ക്ലയൻറ്റ് CIA ആണ്. അതെങ്ങനെയാണ് CIA ക്ലയൻ്റ് ആവുന്നത്? നമ്മൾ വിചാരിക്കും ആ ഡേറ്റ വാങ്ങിച്ചുകൊണ്ട് മാത്രമാണെന്ന്. അല്ല, CIAയുടെ ഡേറ്റ സേവ് ചെയ്തിരിക്കുന്നതും ആമസോണിൻ്റെ ഈ ക്ലൗഡിലാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റും ഭരണകൂടവും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന കവനന്റ് യൂറോപ്പിൽ പണ്ട് ക്രിസ്തുമതവും ഭരണകൂടവും തമ്മിലുണ്ടാക്കിയ കവനന്റിനേക്കാൾ പാപനിർഭരമായ ഒന്നാണ്. അതിനേക്കാൾ പാപനിർഭരമായ ഒരു കവനന്റാണ് യഥാർത്ഥത്തിൽ യൂറോപ്യൻ ഭരണകൂടങ്ങളും അമേരിക്കൻ ഭരണകൂടവും ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസവുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയ്ക്ക് സ്വാധീനമാണ് ഇവയുടെ മുകളിൽ. ഇപ്പോൾ പലപ്പോഴും നമ്മളറിയാം, ഫേസ്ബുക്ക് മുതലാളിയെ സെനറ്റർമാർ വിളിക്കുന്നു, ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ. അതിനൊക്കെ ഉപരിയായിട്ട്, അതൊക്കെ വളരെ അതിൻ്റെ ഫ്രിഞ്ചിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനുപരിയായിട്ട് ഈ ഡേറ്റയുടെ മുകളിൽ കോർപ്പറേറ്റുകൾക്കുള്ള അധികാരം, അതുപോലെ തന്നെ ഗവൺമെൻറ് ഡേറ്റയുടെ മുകളിൽ കോർപ്പറേറ്റുകൾക്കുള്ള അധികാരം. ഗവൺമെൻറ്റിന് കോർപ്പറേറ്റ് ഡേറ്റയുടെ മുകളിലുള്ള അധികാരം കോർപ്പറേറ്റുകൾക്ക് വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. 2, ഗവൺമെൻറ് ഡേറ്റയുടെ മുകളിൽ കോർപ്പറേറ്റുകൾക്കുള്ള അധികാരം. ഇപ്പോൾ ആധാർ പോലെയുള്ള നമ്മുടെ ഡേറ്റ, അതിനു മുകളിൽ കോർപ്പറേറ്റുകൾക്ക് കിട്ടുന്ന അധികാരം എന്ന് പറയുന്നത് ആണ് ഈ പുതിയ ആഗോള ക്രമത്തിൻ്റെ അടിസ്ഥാനമായി വരുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് ഈ ഭരണകൂടങ്ങളും കോർപ്പറേറ്റുകളും തമ്മിൽ മുമ്പ് നമ്മൾ ലോക മുതലാളിത്ത ക്രമത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സവിശേഷമായ ബന്ധം ഉരുത്തിരിയുന്നു. ആ സവിശേഷമായ ബന്ധം കൊടുക്കൽ വാങ്ങലുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. മുമ്പും നമുക്കറിയാം അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. പക്ഷെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് ഒരു രാജ്യത്തിന് ഒരു വോട്ട്. ഇത് ലോകബാങ്ക് പോലെയല്ല, എല്ലാവരും ജനാധിപത്യപരമായി തീരുമാനിക്കുന്നു. നിങ്ങൾക്കറിയാം, ജനാധിപത്യപരമായി തീരുമാനിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് തിരിച്ച് ലോക വ്യാപാര സംഘടനയിൽ വരണം എന്ന് ആഗ്രഹമുണ്ടായപ്പോൾ, ലോക വ്യാപാര സംഘടന 90-ൽ രൂപീകരിച്ചപ്പോൾ ചൈന തിരിച്ച് വരേണ്ടി വന്നതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ പലരും പറഞ്ഞത് 1949-ൽ ഇതിൻ്റെ സ്ഥാപിത അംഗമായിരുന്ന ചൈന വിപ്ലവത്തിന് ശേഷം ലോക വ്യാപാര സംഘടനയിൽ നിന്ന് വിട്ടുപോയി എന്നാണ് പലരും പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതല്ല. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെയാണ് അത്തരത്തിലുള്ള വിമർശനം ചൈനയ്ക്ക് എതിരെ വെക്കുന്നത്. ഞാൻ പറയുന്നത്, ചൈനയെ നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ സത്യസന്ധമായ വിമർശനമായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ചൈനയെ വിമർശിക്കേണ്ട എന്ന് ഞാൻ പറയില്ല, നമ്മളും വിമർശിക്കാറുണ്ട്. ഇത് ചൈനയിൽ വിപ്ലവം നടന്ന സമയത്ത് ചിയാങ് കൈഷക്ക് ഞാനാണ് ചൈന എന്ന് പറഞ്ഞ് തൈവാനിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്ത സമയത്ത് ചിയാങ് കൈഷക്ക് ചെയ്ത ഒരു കാര്യം, യഥാർത്ഥ ചൈനയായ ഞാൻ ഇതാ ലോക വ്യാപാര സംഘടനയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചു. ചൈന അവിടെ കിടക്കുകയാണ്, ചൈനയെ ആരും കൊണ്ടുപോയിട്ടില്ല. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു, സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് വന്നു. ഗവൺമെൻറ് വന്നപ്പോൾ ചൈന സ്വാഭാവികമായിട്ടും നമ്മളിതിൻ്റെ സ്ഥാപക അംഗമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഇതിൽ നിന്ന് പിൻവിട്ടു പോയി എന്ന് പറഞ്ഞു. ഞങ്ങളെപ്പോൾ പിൻവലിച്ചു, ഞങ്ങളിപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അല്ല, ചിയാങ് കൈഷക്കിനെയാണ് ഞങ്ങൾ യഥാർത്ഥ ചൈനയായി അംഗീകരിച്ചിരിക്കുന്നത്. തായ്വാനിൽ ഒളിവിൽ കഴിയുന്ന അല്ലെങ്കിൽ പലായനം ചെയ്ത ചിയാങ് കൈഷക്കാണ് യഥാർത്ഥ ചൈന. അദ്ദേഹം ഇതിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് നിങ്ങളെ ഇനി പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞത് 1-2 വർഷമല്ല, 35 വർഷമാണ്. 35 വർഷം ചൈനയെ തിരിച്ച് പ്രവേശിപ്പിക്കാതിരുന്ന ഈ ചിയാങ് കൈഷക്ക് ഞാനാണ് ചൈന എന്ന് പറഞ്ഞതിൻ്റെ പല പ്രാവശ്യം ചൈന ഇതിനു മുമ്പ് ശ്രമിച്ചതാണ്, അവരെ കയറ്റിയില്ല. അതുകൊണ്ട് ചൈന ലോക വ്യാപാര സംഘടനയിലേക്ക് ചൈന കടന്നു വന്ന സന്ദർഭത്തിൽ സ്വാഭാവികം അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ തൊഴിലാളി വർഗത്തിൻ്റെ ലോക വ്യാപാര സംഘടനയുടെ സാമ്രാജ്യത്തെ അജണ്ടകൾക്കെതിരെയുള്ള സമരത്തെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അത് ഒരു ഡീലെജിറ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടി ചൈനയുടെ ഈ ഇടപെടൽ, ചൈന തിരിച്ച് ലോക വ്യാപാര സംഘടനയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കം ലോക വ്യാപാര സംഘടനയ്ക്കെതിരെ നടത്തിയ സമരത്തെ ലെജിറ്റിമൈസ് ചെയ്യുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. പക്ഷെ ചൈന മറ്റൊരു ലോക രാഷ്ട്രം എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അത് 1970-കൾ മുതൽ, അതായത് നിയോ ലിബറൽ പ്രത്യയശാസ്ത്രം 1980-ൽ ലോകത്തെ മുതലാളിത്തത്തിൻ്റെ ആഗോള പ്രത്യയശാസ്ത്രമായി മാറുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റ് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പരീക്ഷണത്തിലേക്ക് കടന്ന രാജ്യമാണ്. നിയോ ലിബറലിസത്തിൻ്റെ പേരിൽ
സ്വന്തം പ്രത്യയശാസ്ത്രം മാറ്റിയതല്ല ചൈന. നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള സട്ടിലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൈനയുടെ റീ എൻട്രി എന്ന് പറയുന്നത് ലോക തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ WTOക്കെതിരെയുള്ള പ്രക്ഷോഭത്തെ പുറകോട്ടടിപ്പിച്ചിട്ടുണ്ട് എന്ന് ശരിയായിരിക്കുമ്പോൾ പോലും നമ്മൾ ചൈനയുടെ യുക്തിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചൈനയല്ല ഇതുണ്ടാക്കിയത്, ചൈനയല്ല ന്യൂ ലിബറലിസം കൊണ്ടുവന്നത്. ഇപ്പൊ പലരും പറയുന്നുണ്ട് ചൈനയാണല്ലോ എന്താണ് നമ്മുടെ പൂച്ച കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും വലിയ പിടിച്ചാൽ മതി എന്ന് പറയുന്ന ചൈനീസ് നേതാവല്ലേ ന്യൂ ലിബറലിസം ആദ്യം കൊണ്ടുവന്ന? അല്ല, അത് മാർക്കറ്റ് സോഷ്യലിസം എന്ന് പറയുന്ന മറ്റൊരു മാർക്സിസത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സമീപനമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് മാർക്സിസത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള സമീപനം എന്ന് പറയുന്നത്? ഇത് വളരെ പ്രസക്തമായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പ്രസക്തമാണ്. കാരണം 1917 സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടന്നതിന് ശേഷം 5 വർഷത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ സമ്പദ് വ്യവസ്ഥയിലെ മുരടിപ്പിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ലെനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊന്നുമല്ല. ലെനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് പല രീതിയിൽ വിമർശനാത്മകമായി നോക്കിയാലും പ്രശ്നമാണ്, അല്ലാതെ നമ്മൾ വളരെ പ്രത്യാശാഭരിതമായി സമീപിക്കുകയാണെങ്കിൽ അതിനും പ്രസക്തിയുള്ള ഒരു പുസ്തകമാണ് ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ. നമ്മൾ സാധാരണ അധികം ഉദ്ധരിക്കാത്തൊരു പുസ്തകമാണ് ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ. ലോകത്തിൽ ദാസ് ക്യാപിറ്റൽ ഇറങ്ങിയതിന് ശേഷം ദാസ് ക്യാപിറ്റൽ അതിൻ്റെ പരിപൂർണമായ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര ധ്വനികളോടുകൂടി ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകം യഥാർത്ഥത്തിലില്ല ഒരു രാഷ്ട്രത്തെക്കുറിച്ച്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു പുസ്തകമില്ല. യൂറോപ്പിലെ പല രാജ്യങ്ങളെക്കുറിച്ചും അങ്ങനെ, ഇപ്പോൾ മോറിസ് ലോബിൻ്റെയൊക്കെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലെനിൻ ഉപയോഗിച്ചത്ര സൂക്ഷ്മമായി ദാസ് ക്യാപിറ്റലിലെ പരികല്പനകൾ ഉപയോഗിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ മുതലാളിത്ത വളർച്ചയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഏക പുസ്തകം ഇന്നും ലെനിൻ എഴുതിയ ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യയാണ്. അത് എഴുതിയ ലെനിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത്? ഗ്രാമീണ മേഖലയിൽ പോലുമുള്ള വേജ് ലേബർ റിലേഷൻഷിപ്പിൻ്റെ വളർച്ച, ചെറുകിട മുതലാളിത്തത്തിൻ്റെ വളർച്ച, വൻകിട മുതലാളിത്തത്തിൻ്റെ വളർച്ച, ഇതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് അവിടെ നിലനിന്നിരുന്ന മാർക്സ് തന്നെ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും അംഗീകരിച്ചിരുന്ന ഈ കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒപ്ഷീന എന്ന് പറയുന്ന കോമൺ പ്രോപ്പർട്ടിയെ നിരാകരിച്ചുകൊണ്ട്, അവിടെയാണ് മാർക്സിൻ്റെ ഒരു നിഗമനവുമായി ലെനിൻ പൂർണ്ണമായിട്ടും വിഘടിക്കുന്നത്. മാർക്സ് പ്രാമാണ്യം നൽകിയത് ഈ ഓപ്ഷനുകളെ സാമൂഹ്യവൽക്കരിക്കുക എന്നുള്ളതിനായിരുന്നു. ബേരാ സൊസിലോവിച്ചിനുള്ള കത്തിൽ മാർക്സ് പറയുന്നുണ്ട്, ഈ വ്യാവസായിക വിപ്ലവത്തിന് പോകുന്നതിന് പകരം ഈ കോമൺ പ്രോപ്പർട്ടി സാമൂഹിക, അതായത് ഇന്നത്തെ പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി, അതാണ് പരികല്പനകൾ ഏറ്റവും പ്രധാനമാണ് മാർക്സത്തിൽ എന്ന് പറയുന്നത്. മാർക്സ് 2 പരികല്പനകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന്, പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമിയെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലുള്ള ഭൂമിയാക്കണമെന്നാണ് മാർക്സ് പറഞ്ഞത്. അതായത് പൊതു ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സോഷ്യലിസ്റ്റ് ഉടമസ്ഥത എന്നല്ല എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസത്തിൽ ഊന്നിക്കൊണ്ട് പൊതു ഉടമസ്ഥതയിലേക്കാണ്. പക്ഷേ ലെനിൻ അടക്കമുള്ള അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ആ മാർക്സിന്റെ നിർദ്ദേശമല്ല സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. അവർ വ്യാവസായിക തൊഴിലാളികളെയാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. റഷ്യയുടെ സ്വന്തമായ ചരിത്രമാണ്, അതിനെപ്പറ്റി വിധിന്യായം പ്രകടിപ്പിക്കാൻ ഞാൻ മുതിരുന്നില്ല. പക്ഷെ അത് അവരുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതെഴുതിയ ലെനിനെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്ത വളർച്ച ഒരു ഘട്ടത്തിൽ എത്തിനിരുന്ന റഷ്യ കഴിഞ്ഞ 5 വർഷത്തെ സോഷ്യലിസ്റ്റ് വളർച്ചയുടെ ഭാഗമായി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സൂക്ഷ്മമായി തിരിച്ചറിയുകയും മുതലാളിത്ത അംശങ്ങളുള്ള അല്ലെങ്കിൽ മുതലാളിത്ത ലംഘനകളുള്ള ഒരു സാമ്പത്തിക സമ്പ്രദായം തൽക്കാലത്തേക്കെങ്കിലും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം NEP ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവരുന്നത്. ആ NEPയിൽ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ചൈന 1970കളിൽ ഈ മാർക്കറ്റ് സോഷ്യലിസം എന്നുള്ള പരികല്പനയിലേക്ക് പരാവർത്തനം ചെയ്യുന്നത്, അല്ലാതെ പുതിയ കാര്യങ്ങളല്ല. ലെനിൻ എന്താണോ ന്യൂ ഇക്കണോമിക് പോളിസിയിൽ 1922 പറഞ്ഞത്, ആ ന്യൂ ഇക്കണോമിക് പോളിസിയാണ് പിന്നീട് ലെനിൻ മരിച്ചതിന് ശേഷം സ്റ്റാലിൻ വന്ന സമയത്ത് ഭരണത്തിൽ വെക്കപ്പെട്ടത്. അത് ഉപയോഗിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിരോധം, അതായത് ഈ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസ്റ്റിനെതിരെയുള്ള പ്രതിരോധം അതിൻ്റെ തന്നെ നാണയത്തിലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം അലിബാബ പോലെയുള്ള സംവിധാനങ്ങൾ, വിചാറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ, അവരുടെ തന്നെ പേവാളുകൾ, ഇതെല്ലാം കൊണ്ട് സമഗ്രമായ ഒരു സാമ്രാജ്യത്വ പ്രതിരോധം ചൈന സൃഷ്ടിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട്, പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൈന അത് ചെയ്യുന്നത് ഇതേ രീതികൾ ആവർത്തിച്ചുകൊണ്ടാണ്. ചൈനീസ് ജനതയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പിടിയിൽ നിന്ന് അവർ മോചിതരാകുന്നുണ്ടെങ്കിൽ പോലും ഭരണകൂടം പിടിമുറുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് അനുദിനം ലോകത്തെ ജനാധിപത്യ ക്രമത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ചൈനയിലെ പരിമിതമായ ജനാധിപത്യ സംവിധാനങ്ങളെ പോലും ഒരുപക്ഷെ വഴിതെറ്റിക്കാൻ കെൽപ്പുള്ള രീതിയിലാണ് ഈ സാങ്കേതിക വിദ്യ വളരുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ നിലനിൽപ്പ് അങ്ങനെയാണ്. അതായത് നമ്മുടെ ശ്വാസം പോലും ഡേറ്റയായി മാറുന്ന, നമ്മൾ ശ്വാസം വിട്ടാലും ഇല്ലെങ്കിലും അത് ഡേറ്റയായി മാറുന്ന, മരിച്ചാൽ മരണം ഡേറ്റയായി മാറുന്ന, വയറുവേദന വന്നാൽ വയറുവേദന ഡേറ്റയായി മാറുന്ന
ആ ഡേറ്റ പല വിധത്തിൽ നമുക്കെതിരെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി ഈ സാങ്കേതിക സംവിധാനം പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്ലാറ്റ്ഫോം മുതലാളിത്തം എന്നും പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വം എന്നും നമ്മൾ വിളിക്കുന്നതും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രമാണ്. ഈ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം അനുദിനം എന്നോണം ഈ പ്ലാറ്റ്ഫോമുകളെ ഭരണകൂടത്തിന് മുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള എൻറ്റിറ്റികളായിട്ട് മാറ്റുന്നു. അതേസമയം തന്നെ അവരുടെ ലാഭ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവരെങ്ങനെയാണോ ലാഭം ഉണ്ടാക്കുന്നത് അതിൻ്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഭരണകൂടങ്ങൾക്ക് ഇല്ലാതാവുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ആപ്പിളിൻ്റെയൊക്കെ ടാക്സ് ഇവേഷൻ, അതായത് ചില പ്രത്യേക ഐലൻഡുകളിൽ പോയി അവർ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് അവരുണ്ടാക്കുന്ന ഈ ടാക്സ് വെട്ടിപ്പ് എന്ന് പറയുന്നത് ചില രാജ്യങ്ങളുടെ അവർ വെട്ടിക്കുന്ന ടാക്സ്, ഞാൻ പറയുന്നത് അവരുടെ മൊത്തത്തിലുള്ള ലാഭമല്ല, ആപ്പിൾ വെട്ടിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും ദേശീയ വരുമാനത്തെക്കാൾ കൂടുതലാണ്. ഒരു ചെറിയ ഐലൻഡിൽ അവർക്ക് വെട്ടിക്കാൻ കഴിയുന്ന ടാക്സ് എന്ന് പറയുന്നത് പോലും ഇതിങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരാഗോള സംവിധാനം നിലനിർത്തുക, അനുനിമിഷം എന്നോണം ഭരണകൂടങ്ങളെ ഇതിൻ്റെ അജ്ഞാനുവർത്തികളായിട്ട് മാറ്റുക. അങ്ങനെ ഇപ്പോൾ ട്രംപാണ് വില്ലൻ എന്നാണ് എല്ലാവരും പറയുന്നത്. യഥാർത്ഥത്തിൽ ട്രംപ് അല്ല വില്ലൻ എന്നാണ് സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക. ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ, ഇത് ഉണ്ടാക്കുന്ന ഒരു ക്രൈസിസ്, ഈ ക്രൈസിസിനെ അമേരിക്കൻ മുതലാളിത്തത്തിന് മുതലെടുക്കാൻ സാധിക്കുകയും അങ്ങനെ അമേരിക്കൻ മുതലാളിത്തം അതിനെ മുതലെടുത്ത് കഴിഞ്ഞാൽ, അമേരിക്കൻ കമ്പനികൾ അതിനെ മുതലെടുത്ത് കഴിഞ്ഞാൽ ആ മുതലെടുപ്പിനെ യൂറോപ്യൻ യൂണിയനും ജപ്പാനുമായി വീതം വെച്ചുകൊണ്ട് പുതിയ ഒരു ആഗോള സംവിധാനത്തിലേക്ക് ലോകത്തെ മാറ്റാൻ കഴിയും എന്നുള്ള ഡിജിറ്റൽ മൂലധനത്തിൻ്റെ അജ്ഞാനുവർത്തിയായാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ട്രംപ് ഒരു ഭ്രാന്തൻ എന്നുള്ള രീതിയിൽ നയങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ തരത്തിലുള്ള തീരുവകൾ കൂട്ടുന്നത് ഭൗതികോൽപാദനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കവനന്റുകളെ ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാതാക്കുന്നതോടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഈ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് വേതനം എന്നുള്ള രീതിയിൽ പോയിരുന്ന പണം അങ്ങനെ പോകാതാവുകയും അത് അമേരിക്കയിൽ തന്നെ തളം കെട്ടി നിൽക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്ത് ഈ വേതനത്തെ മരവിപ്പിക്കുന്നതിലൂടെ, മൂന്നാം ലോക രാജ്യങ്ങൾ മരവിപ്പിക്കുന്നതിലൂടെ കൂടുതൽ പേർ ഈ മോണിറ്റൈസ് ചെയ്യപ്പെട്ട പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുക. അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനികളും അതിനുശേഷം ജപ്പാനും യൂറോപ്യൻ യൂണിയനും ആയിരിക്കും. അതായത് ലോക മുതലാളിത്ത ശക്തികളാണ് ആത്യന്തികമായി ഈ പ്രതിസന്ധിയിൽ നിന്ന് മുതലെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് നിർഭയമായി ട്രംപിന് ഈ തീരുവകൾ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് മറ്റൊരു തരത്തിലുള്ള അനുരഞ്ജനങ്ങളിലേക്ക്, ആഗോള തലത്തിലുള്ള സാമ്പത്തിക അനുരഞ്ജനങ്ങളിലേക്ക് നീങ്ങുകയും അത് കൂടുതൽ സാമ്രാജ്യത്തിന് അനുകൂലമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇതിനെ ഇത്തരത്തിൽ ഉള്ള ആപ്പുകൾ വരുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ ഈ പീറ്റർ തീൽ എന്ന് പറയുന്ന പേപ്പാലൊക്കെ കൊണ്ടുവന്ന ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കോളനികളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങളൊക്കെ വലുതാകുമ്പോഴേക്ക് ചന്ദ്രനിൽ കോളനികൾ ഉണ്ടാകുമെന്നാണ്. ചന്ദ്രനിൽ നമ്മൾ കോളനികൾ സ്ഥാപിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കണം, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള, ഭാവിയെക്കുറിച്ചിട്ടുള്ള ഭാവനകളെ മുതലാളിത്തം സ്വാധീനിച്ച ഒരു രീതിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് മൂണിൽ കോളനികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അതിന് തത്തുല്യമായ ഒന്ന് ലോകത്ത് സംഭവിച്ചു, നമുക്ക് ഫേസ്ബുക്ക് ഉണ്ടായി എന്നാണ്. അതായത് മുതലാളിത്തം എങ്ങനെയാണോ ചന്ദ്രനിൽ കോളനികൾ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത്, അതിലും വലിയ ഒരു കാര്യമാണ് ഈ ഫേസ്ബുക്ക് ഉണ്ടായതിലൂടെ സംഭവിച്ചത് എന്നാണ്. അത് ആരാണ് പറഞ്ഞത്? ഈ പീറ്റർ തീൽ എന്ന് പറയുന്ന പേപ്പാൽ ഉണ്ടാക്കിയ അദ്ദേഹമാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പാറ്റന്റിയർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധനം അദ്ദേഹം കൊണ്ടുവന്നു. ഈ പാറ്റന്റിയർ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് എല്ലാ തരത്തിലുമുള്ള നമ്മുടെ വൈകാരികമായിട്ടുള്ള ഡേറ്റയെ, ഇപ്പോൾ നമ്മൾ ഈ ബയോമെട്രിക്സ് എന്ന് പറയുമല്ലോ, ഈ ബയോമെട്രിക്സ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഇന്ത്യയിലാണ്, കൊളോണിയൽ കാലഘട്ടത്തിൽ. അതിൻ്റെ കഥ അധികം പ്രചാരത്തിലില്ല. ഹൂഗ്ലിയിൽ റെയിൽവേ കോൺട്രാക്ടറായിരുന്ന രാജ്യാധികാർ കോന എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ വ്യക്തിയുമായി അമേരിക്കൻ കൊളോണിയലിസ്റ്റുകൾ, പ്രത്യേകിച്ച് വില്യം ഹേർഷലാണെന്ന് തോന്നുന്നു, വില്യം ഹേർഷൽ ഒരു കരാറിൽ ഏർപ്പെട്ടപ്പോൾ അയാളുടെ വിരലടയാളമാണ് വാങ്ങിച്ചത്. കാരണം ഒപ്പിടാൻ ഉള്ളതിനെ പറയും. ഈ കോൺട്രാക്ട് രാജ്യാധികാർ കോന എന്ന് പറയുന്ന 1858 എന്ന് പറയുന്ന വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ ലഹളയൊക്കെ പരാജയപ്പെട്ട വർഷമാണ്. അത് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയുടെ അധികാരം
സാമ്രാജ്യത്വത്തിൻ്റെ അധിപതിയായിട്ടുള്ള റാണിയിലേക്ക് മാറുന്ന വർഷമാണ്. ആ വർഷമാണ് നടക്കുന്നത്. ഈ ഡേറ്റ, ഈ വിരലടയാളം ഒപ്പിട്ട ഡേറ്റ ഫ്രാൻസിസ് ഗാൾട്ടൺ അയച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് അദ്ദേഹം അത് പ്രാവർത്തികമാക്കുകയും അത് ഈ ബയോമെട്രിക് എന്ന് പറയുന്ന വിരലടയാള വിദ്യയുടെ പ്രണേതാവും കൂടിയാണല്ലോ ഈ ഫ്രാൻസിസ് ഗാൾട്ടൺ. ഫ്രാൻസിസ് ഗാൾട്ടനെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിലെ കോറിലേഷൻ റിഗ്രഷൻ എന്നൊക്കെ പറയുന്നത് അതിന് പ്രചാരം നൽകി അതിനെ കണ്ടുപിടിച്ച എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ അതിനെ സോഫിസ്റ്റിക്കേറ്റഡ് ആക്കിയ ഒരു വ്യക്തിയാണ് ഈ ഫ്രാൻസിസ് ഗാൾട്ടൺ, അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് വേറൊരു മുഖമുണ്ടായിരുന്നു. ഈ ബയോമെട്രിക് ഡേറ്റ ഉപയോഗിക്കാൻ തുടങ്ങുകയും അതിനെ ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്ത ഈ ഫ്രാൻസിസ് ഗാൾട്ടൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് യൂജനിക്സ് ആയിരുന്നു. ഫാസ്റ്റൊക്കെ വളരെ വരുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിസ് ഗാൾട്ടൺ വിശ്വസിച്ചിരുന്ന യൂജനിക്സിലാണ്. എന്ന് മാത്രവുമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെ അക്കാലത്തെ കോളനൈസേഷൻ ശ്രമങ്ങൾ, ആ കോളനൈസേഷൻ ശ്രമങ്ങളുടെ അടിസ്ഥാനമായിരുന്ന മിഷണറി ആക്ടിവിറ്റീസ്, ആ മിഷണറി ആക്ടിവിറ്റിയുടെ അടിസ്ഥാനമായിരുന്ന സിവിലൈസേഷൻ ബോധവൽക്കരണം എന്ന് പറയുന്നത് ഈ യൂജനിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. പലരും അക്കാലത്ത് ഗവേഷണം നടത്തിയത് ഈ നിറങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിലാണ്. ഇന്ന് ഈ നിറവും രുചിയും വിയർപ്പും ശ്വാസവും ഹാർട്ടിൻ്റെ മിടിപ്പും ഹൃദയത്തിൻ്റെ മിടിപ്പും എല്ലാം തന്നെ വ്യക്തികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അത് വെച്ച് പ്രൊഫൈൽ ചെയ്ത് വ്യക്തികളെ, ഓരോ വ്യക്തിയെയും ഭരണകൂടത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യുന്ന സാധ്യതയിൽ പ്രൊഫൈൽ ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ ഡേറ്റ സംവിധാനങ്ങൾ. ഞാൻ ഓരോന്നായിട്ട് പേരെടുത്ത് പറയുന്നില്ല. ഇതിന് ഇത്തരത്തിൽ ചെയ്യുന്നതിന് അവർ പറയുന്നൊരു വാക്കുണ്ട്. ഇത് ഈ പല വാക്കുകളും പരികല്പനകളും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോണ്ടക്സ്റ്റിലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസ്റ്റിൻ്റെ കോണ്ടക്സ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന കേട്ടാൽ നമുക്ക് ചിരി വരും. ഇതിനവർ പറയുന്നത് ഓണ്ടോളജി എന്നാണ്. ഈ പ്രക്രിയയെ വിളിക്കുന്നത് ഭവശാസ്ത്രം. ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിയറി ഓഫ് റിയാലിറ്റിയാണ്. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്ന സിദ്ധാന്തമാണ് ഈ ഓണ്ടോളജി എന്ന് പറയുന്നത്. എപ്പിസ്റ്റമോളജി എന്നാണ് തിയറി ഓഫ് നോളജാണ് നമുക്കറിയാം. ഇതിനെ അവരെ ഓണ്ടോളജി എന്നാണ് വിടുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് ഈ റിയാലിറ്റി എന്ന് പറയുന്നത്, ഇത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നൊക്കെ ശങ്കരൻ പറഞ്ഞതുപോലെ ഈ ജഗന്മിഥ്യയായിട്ടുള്ള ഈ ഡേറ്റയെ, കാരണം ഈ ഡേറ്റ നമുക്ക് പാൽപ്പബിൾ അല്ലേ, നമുക്ക് തൊടാൻ സാധിക്കില്ല, എടുക്കാൻ സാധിക്കില്ല, പക്ഷെ അവർക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് പോലെ ഉപയോഗിക്കാൻ കഴിയാത്ത നമ്മുടെ ഡേറ്റ അവർക്ക് നിസ്സാരമായി ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതിലാണ് ഇതിൻ്റെ ഓണ്ടോളജി ഇരിക്കുന്നത്. റിയാലിറ്റി അതാണ്. അതായത് ഏത് സയൻസ് ഫിക്ഷൻ സിനിമയും സയൻസ് ഫിക്ഷൻ നോവലും പറയുന്നതിലുപരിയായ ഒരു ഭാവനാ ലോകത്താണ് നമ്മളൊന്നും അറിയുന്നില്ലെങ്കിൽ പോലും ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലൗഡിൻ്റെ ഡോമിനേഷൻ, ഗേറ്റ് കീപ്പിങ്ങിൻ്റെ ഡോമിനേഷൻ, അതുപോലെ തന്നെ ഒരുതരം ആശ്രിതത്വത്തിൻ്റെതായിട്ടുള്ള റീസ്ട്രക്ചറിങ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോസ് ആൻഡ് മെട്രിക്സ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മുടെ സാമാന്യമായ ഡേറ്റ നമ്മൾ വിരലടയാളം പതിക്കുന്നു, ഓഫീസിലേക്ക് കയറി പോകുന്നു. അത് മാത്രമല്ല, അത് ആ ബയോമെട്രിക് എന്ന് പറയുന്നതിൻ്റെ ഒരു ഓണ്ടോളജി ആണ് മാറിയിരിക്കുന്നത്. ഇത് ഒരു ദിവസം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ധാരാളം CCTV ക്യാമറകളുണ്ട്. ഈ CCTV ക്യാമറകൾ നിങ്ങളുടെ വചനങ്ങൾ, നിങ്ങളുടെ ചലനങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നു. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു, നിങ്ങൾ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, GPay ഉപയോഗിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാമാണ് ഡിജിറ്റൽ എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്നത്. അത്തരത്തിൽ ഡിജിറ്റലായി നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഒരേ ഒരു കണ്ണിയിൽ കോർത്തിണക്കിക്കൊണ്ട് ആ ഫേസ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ കാലഹരണപ്പെട്ട ഒരു ടെക്നോളജിയാണ്. ഫേസ് റെക്കഗ്നിഷൻ ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ സെല്ലുകളുടെ സൂക്ഷ്മഘടന പോലും അറിയാൻ കഴിയുന്ന ആപ്പുകൾ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഫേസ് റെക്കഗ്നിഷനെ കുറിച്ച് വ്യാകുലപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ഇത് ആരാണ് പുറത്തിറങ്ങിയത്, എപ്പോഴാണ് തിരിച്ചു പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? പ്ലാറ്റ്ഫോം നിലനിൽക്കുന്നത് സ്വതന്ത്രമായിട്ടല്ല, ഒരു പ്ലാറ്റ്ഫോമിനെ മറ്റൊരു പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഊബർ ഉപയോഗിക്കുന്ന ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ആയിരിക്കാം, അത് ഉപയോഗിക്കുന്ന ഇമെയിൽ മറ്റൊരു കമ്പനിയുടേതാണ്, അത് ഉപയോഗിക്കുന്ന SMS വേറൊരു കമ്പനിയുടേതാണ്. ഇങ്ങനെ പരസ്പരം ഇത് വെറും ലളിതമായൊരു ഉദാഹരണമാണ്. മറിച്ച് ഇന്ന് ആരോഗ്യ മേഖലയിൽ, മറ്റ് മേഖലകളിൽ, ബാങ്കിങ് മേഖലകളിൽ, നിങ്ങളിപ്പോൾ ഈ ആധാറിൻ്റെ കാര്യം പറയുന്നു, GPay എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് GPayക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് GPayയിൽ. ഇപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ ബാലൻസ് നോക്കണമെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ വെബ്സൈറ്റിലോ ആപ്പിലോ പോകേണ്ട കാര്യമില്ല, GPayയിൽ നോക്കിയാൽ മതി. എന്ന് മാത്രമല്ല, ആധാർ ഉപയോഗിച്ച് GPay അഥൻറ്റിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. അതായത് ആധാർ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കുകൾ
നമ്മളോട് ചോദിക്കാതെ തന്നെ ആധാർ ഉപയോഗിക്കാനുള്ള അവകാശം ഈ ഗൂഗിൾ പേക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആരോട് ചോദിച്ചിട്ട് കൊടുത്തു, ആര് കൊടുത്തു, എപ്പോൾ കൊടുത്തു? ഇത് എപ്പോൾ കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട്. ഉത്തരവില്ലാതെ അല്ല. നിങ്ങൾ കൊടുത്തു, നമ്മൾ കൊടുത്തു, ഞാൻ കൊടുത്തു, നിങ്ങൾ കൊടുത്തു. എപ്പോൾ? GPay ഉപയോഗിക്കാനുള്ള ആ ടേംസ് ഓഫ് എഗ്രിമെന്റ് നിങ്ങൾ ടിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോയപ്പോൾ നിങ്ങൾ കൊടുത്തതാണ് ഇതെല്ലാം. ബാങ്കിങ് ആപ്പ് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ചെന്നപ്പോൾ, നിങ്ങൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് പോലെയല്ല. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ബാങ്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും ഒപ്പിട്ട് കൊടുത്താൽ മാത്രമല്ല നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നത്. അതിന് പരിമിതമായ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മതി. ഇതങ്ങനെയല്ല. ഇത് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണമായ നിങ്ങളുടെ അധികാരങ്ങൾ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ സമ്പൂർണ്ണമായ അധികാരങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഈ ആധാർ ഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഐഡന്റിഫിക്കേഷൻ ഡേറ്റ, ഓരോ വ്യക്തിയുടെയും ഹെൽത്ത് ഡേറ്റ, അത് പറയുന്നത് എന്താണ്? ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ്. ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ ഇപ്പോൾ ഗവേഷണം നടത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിർമ്മിത ബുദ്ധിയിൽ മാത്രമല്ല, മനുഷ്യ ശരീരത്തിലാണ്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കേവലം ഒരു പരീക്ഷണ വസ്തുവായി ലോകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഘട്ടത്തിലാണ്. നമ്മൾ ഗിനിപ്പിക്കുകളായിട്ട് മനുഷ്യരെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ളൊരു പ്രത്യയശാസ്ത്രം മുൻനിർത്തി പ്രവർത്തിച്ചിരുന്നവരാണ്. പക്ഷേ ഇന്ന് നിരന്തരം നമ്മുടെ ശരീരം ഇത്തരം പരീക്ഷണങ്ങൾക്ക് വേണ്ടി നമ്മൾ അറിയാതെ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ചെറുക്കും എന്നുള്ളത്, ഏത് തരത്തിലാണ് ഇതിനെതിരെ ഒരു പ്രതിരോധം കൊണ്ടുവരിക എന്നുള്ളത്, ഞാൻ പറയുന്നത് ചൈനയുടെ മാർഗം ഈ അർത്ഥത്തിൽ. ഇപ്പോൾ ചൈനയുടെ മാർഗം ഈ അർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ ചൈനയുടെ സമഗ്രാധിപത്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ഈ ചൈനയല്ലാതെ മറ്റൊരു രാജ്യവും ഇതിനെ പ്രതിരോധിക്കാൻ തുനിഞ്ഞിട്ടില്ല. ചൈനയുടെ പ്രതിരോധം തന്നെ ദുർബലമാണ്, ഒരു അർത്ഥത്തിൽ ദുർബലമാണ്. പിന്നെ അത് ഈ മിറർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ ബുദ്ധിരിയാറിൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് വളരെ ഒരു ബ്ലാസ്ഫമിയാണ് പുസ്തകം മാർക്സത്തെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്സത്തെയാണ് അത് വിമർശിക്കുന്നത്. മാർക്സത്തെ ബുദ്ധിരിയാർ വിമർശിക്കുന്നത് മാർക്സത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അത് മുതലാളിത്തത്തിൻ്റെ കണ്ണാടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. മിറർ പ്രൊഡക്ഷൻ, മുതലാളിത്തം എങ്ങനെയാണ് ഉൽപ്പാദനത്തെ അതിൻ്റെ ഏറ്റവും മുഖ്യമായ പരികല്പനയായി എടുത്തത്, മുതലാളിത്തം എടുത്തത്, അതുപോലെ തന്നെ മാർക്സും ഉൽപ്പാദനത്തെയാണ് മുഖ്യമായ പരികല്പനയായി എടുത്തത്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വിച്ഛേദിച്ച് കാണേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു അനാലജി, അത്തരത്തിലൊരു ട്രോപ്പ് ഇവിടെ വളരെ പ്രസക്തമാണ്. ചൈന ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നതും ഇതേ രീതി തന്നെയാണ്. ഇവരെന്താണോ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം ഉപയോഗിക്കുന്നത് അതേ രീതിയിലാണ് ചൈന ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ചൈനയുടെ മതില് ഭേദിച്ചകത്തേക്ക് കടക്കാൻ പലപ്പോഴും ഈ മുതലാളിത്തത്തിന് സാധിക്കാത്തതിൻ്റെ കാരണം ഈ പ്രതിരോധമാണ്. ഈ അളവിൽ അല്ലെങ്കിൽ പോലും ഭരണകൂടങ്ങൾക്ക് സാധിക്കും, ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാധിക്കും, സ്വതന്ത്ര സംഘങ്ങൾക്ക് സാധിക്കും ഇതിനെതിരെ പ്രതിരോധിക്കാൻ. അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സാമൂഹികമായ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അറിവധികാര ക്രമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ പ്രസക്തമാകുന്നത്. ഇവിടെ ശരീരം എന്ന് പറയുന്നത്, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പുതിയ ചിന്താഗതികൾ വളരെ വേഗത്തിലുണ്ടാവും. ഈ നവഭൗതികവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് മാറ്റർ എന്ന് പറയുന്നത് ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു ഭൗതിക ഇതല്ല, ആനിമേറ്റ് ആണ്, നിർത്തുകയാണ്. അപ്പോൾ ഈ ഭൗതിക ശക്തി എന്ന് ഭൗതികമായ ഓബ്ജക്റ്റുകൾ, നവഭൗതികവാദം പറയുന്നത് അതിനെല്ലാം ജീവനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം എന്നുള്ളതാണ്. അതാണ് ഹൈപ്പർ ഓബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ ഹൈപ്പർ ഓബ്ജക്റ്റ് ആയിട്ടാണ് നവഭൗതികവാദം കാണുന്നത്. ഹൈപ്പർ ഓബ്ജക്റ്റുകൾ നമ്മളെ എല്ലായിടത്തും ഇങ്ങനെ ആൾ പെർവേഡിംഗ് ആണ് ഈ ഹൈപ്പർ ഓബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ശരീരത്തെക്കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായ ഒരു ന്യൂ ലിബറൽ വീക്ഷണത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുക എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ ഉത്തരവാദിത്വം കൂടി ഈ നവഭൗതികവാദം ഉയർത്തുന്നുണ്ട്. അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. വൈബ്രന്റ് മാറ്റർ പോലെയുള്ള പുസ്തകങ്ങൾ, മറ്റ് പല പുസ്തകങ്ങൾ, ഞാനിപ്പോൾ അതിൻ്റെ മുഴുവൻ ആഴത്തിലേക്കും കടക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നവഭൗതികവാദം. നവഭൗതികവാദം എത്രമാത്രം ഭൗതികവാദമാണ്, വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ്, എന്താണ് അതിൻ്റെ പ്രസക്തി എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായി രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രപരമായും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൂടി അറിവിനെക്കുറിച്ചുള്ള ഈ സമ്മേളനവും ഇത്തരം സെമിനാറുകളും നീങ്ങേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ. കാരണം അതാണ് ഭാവിയിലേക്കുള്ള നമ്മുടെ പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു വഴികാട്ടിയായി നിൽക്കാൻ പോകുന്നത്. അല്ല എങ്കിൽ നമ്മൾ ഈ മെയ്സിൽ അകപ്പെട്ട എലിയെ പോലെ പരിഭ്രമിച്ച് ഒരേ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മളെല്ലാം അവസാനം പോയി വന്നിട്ട് ഇത് നമ്മൾ ഹെൽപ്ലെസ് ആണ്, ഒരു മെയ്സിലകപ്പെട്ട എലിയുടെ കഥ പോലെയാണ്. അവസാനം നമ്മൾ പറഞ്ഞു തീർത്ത് എങ്ങനെയാണ്, ഇതെല്ലാം ആണെങ്കിലും വേറെ എന്താണ് മാർഗം, ഫേസ്ബുക്ക് ഇല്ലാതെ പറ്റുമോ, ഗൂഗിൾ ഇല്ലാതെ. ഈ ഫാക്ടറി നമ്മളെ ചൂഷണം ചെയ്യുന്ന കാലത്ത് നമ്മൾ ഫാക്ടറിയെ എതിർത്ത് തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കിയല്ലേ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മുതലാളിത്തം അങ്ങനെ എതിർക്കപ്പെടാൻ കഴിയാത്ത ഒന്നാണോ? ആ മെയ്സിൽ നമ്മൾ എന്നും ചുറ്റി കിടക്കുകയായിരുന്നു.
ട്രേഡ് യൂണിയനുകൾ ഉണ്ടായില്ലേ? അതുപോലെ ഭാവന, മനുഷ്യഭാവന എത്രമാത്രം നിർമ്മിത ബുദ്ധിയിലേക്ക് പോകുന്നുണ്ടോ അത്രയും തന്നെ ശക്തിയിൽ മനുഷ്യഭാവന, അതാണ് ഈ ജനറൽ ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്. മാർക്സ് ഗ്രൂൻഡേഴ്സിൽ പറഞ്ഞ ഈ ജനറൽ ഇൻ്റലക്റ്റ് എന്ന് പറയുന്നതിന് പ്രസക്തി വന്നിരിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ഫിക്സ്ഡ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായി, ക്യാപിറ്റൽ മാത്രമായി ഇൻ്റർനെറ്റിനെ മാറ്റാതെ മനുഷ്യഭാവനയുടെയും കൂടി, രാഷ്ട്രീയ ഭാവനയുടെയും കൂടി, പ്രതിരോധ ഭാവനയുടെയും കൂടി മേഖലയായി ഈ ഇൻ്റർനെറ്റിനെ നമുക്ക് മാറ്റാൻ കഴിയുന്നതോടുകൂടി ഒരു വലിയ പരിധി വരെ ഇത്തരത്തിലുള്ള ഡാറ്റ കൊളോണിയലിസത്തെയും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം സാമ്രാജ്യത്വത്തെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരവസരം ഉണ്ടാക്കിയതിന് ചിന്തയോടെ ഞാൻ ഒരിക്കൽ കൂടി